ഖത്തർ അമീറിന്റെ അമേരിക്കൻ സന്ദർശനം തന്നെയാണ് ഖത്തറിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളായി പുറത്തുവന്ന ഏറ്റവും പ്രധാന സംഭവം. വളരെയേറെ ശ്രദ്ധേയമായ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ദൃഢമാവുകയും ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. ഈ സന്ദർശനത്തോടെ അമേരിക്കയുടെ നാറ്റോ ഇതര സഖ്യകക്ഷി പദവിയിലേക്ക് ഖത്തർ മാറുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റും അമീറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലെ സുപ്രധാന തീരുമാനങ്ങൾ പരിശോധിക്കുന്നതിനൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. എല്ലാവർക്കും ദോഹ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഖത്തർ അമീർ കൂടിക്കാഴ്ച നടത്തിയത്. ഇരു രാജ്യങ്ങളുടെയും വ്യാപാര നയതന്ത്ര മേഖലയിലെ നിർണായകമായി മാറുകയായിരുന്നു ഈ സന്ദർശനം. ഖത്തറിനെ പ്രധാന സൗഹൃദ രാഷ്ട്രമെന്ന നിലയിൽ നാറ്റോ ഇതര സഖ്യകക്ഷി പദവിയിലേക്ക് ജോ ബൈഡൻ നിർദ്ദേശിച്ചതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അമേരിക്കയുമായുള്ള ദീർഘകാലത്തെ സൗഹൃദവും നയതന്ത്ര പ്രാധാന്യവും പരിഗണിച്ചായിരുന്നു ബൈഡൻ നിർദ്ദേശം നൽകിയത്. ഇതോടെ ഗൾഫ് മേഖലയിൽ നിന്നും അമേരിക്കയുടെ നാറ്റോ ഇതര സഖ്യകക്ഷിയായി മാറുന്ന മൂന്നാമത്തെ രാജ്യമായും പ്രധാന നാറ്റോ ഇതര സഖ്യങ്ങളുടെ പട്ടികയിലെ 19ാമത്തെ രാജ്യമായും ഖത്തർ മാറും. ഈ പദവിയിലേക്ക് മാറുന്നതോടെ അമേരിക്കയുമായി സാമ്പത്തിക സൈനിക മേഖലകളിൽ പ്രത്യേക പദവിക്കും ആനുകൂല്യങ്ങൾക്കും ഖത്തറിന് ഇനി അർഹതയുണ്ടാകും. ഇവയ്ക്കു പുറമെ പ്രതിരോധ ഇടപാടുകൾ, സുരക്ഷാ സഹകരണം, ആയുധ കൈമാറ്റം തുടങ്ങിയ കാര്യങ്ങളിൽ മുൻഗണന ലഭിക്കുകയും ചെയ്യും. ഖത്തറുമായി കഴിഞ്ഞ 50 വർഷമായി മികച്ച ബന്ധമാണ് അമേരിക്കയ്ക്കുള്ളതെന്നും ഖത്തർ നല്ല സുഹൃത്തും വിശ്വസിക്കാവുന്ന പങ്കാളിയാണെന്നും കൂടിക്കാഴ്ചയിൽ ബൈഡൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം അഫ്ഗാൻ ഭരണം താലിബാൻ പിടിച്ചെടുത്തതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിൽ ഖത്തർ നിർവഹിച്ച പങ്കിനെക്കുറിച്ചും പ്രസിഡന്റ് എടുത്തു പറഞ്ഞു. സന്ദർശനത്തിന്റെ ഭാഗമായി ചരിത്രപ്രധാനമായ കരാറിൽ ഖത്തർ എയർവേസ് ഒപ്പുവെക്കുകയും ചെയ്തു. വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങുമായി $2000 കോടി കരാറിലാണ് ഖത്തർ എയർവേസ് സിഇഒ അക്ബർ അൽ ബേക്കർ ഒപ്പുവെച്ചത്. ബോയിങ് 777-8 മോഡലിന്റെ 50 ചരക്കു വിമാനങ്ങൾക്കാണ് ധാരണയായത്. കഴിഞ്ഞ ദിവസങ്ങളിലായി കോവിഡ് കേസുകളുടെ കാര്യത്തിൽ രാജ്യത്തിന് നേരിയ ആശ്വാസമാണുള്ളത്. 4000 വരെ പിന്നിട്ട കണക്കുകൾ ഇപ്പോൾ 1000-ലെത്തിയിരിക്കുകയാണ്. രോഗവ്യാപനം കുതിച്ചുയർന്നപ്പോൾ ഭരണകൂടം സ്വീകരിച്ച ആസൂത്രിതമായ മുൻകരുതൽ നടപടികളാണ് കോവിഡ് കണക്കുകളെ താഴേക്കെത്തിച്ചത്. ഇതോടെ പൊതുജനാരോഗ്യ മന്ത്രാലയം നിരവധി നിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും ചെയ്തു. അവ എന്തൊക്കെയെന്ന് നോക്കാം. രാജ്യത്തെ കോവിഡിന്റെ 3ാം തരംഗം അതിന്റെ പരമാവധി ശേഷി പിന്നിട്ടുവെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. പ്രതിദിന കോവിഡ് കേസുകൾ കുറഞ്ഞു തുടങ്ങിയത് ശുഭലക്ഷണമാണെന്നും മന്ത്രാലയം പറഞ്ഞു. ഒമിക്രോൺ തരംഗത്തിനിടെ കോവിഡ് ബാധിച്ച് ഭേദമായവർ 3 മാസത്തിന് ശേഷം ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്നും മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. എന്നാൽ ഇവർക്ക് യാത്രയോ മറ്റ് അത്യാവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രോഗമുക്തി നേടി 1 മാസത്തിനുള്ളിൽ ബൂസ്റ്റർ ഡോസ് എടുക്കാവുന്നതാണ്. കോവിഡ് ബാധിച്ച് ഭേദമായവർക്കും വാക്സിൻ എടുത്തവർക്കുമുള്ള 9 മാസത്തെ പ്രതിരോധ ശേഷിയുടെ എല്ലാ ആനുകൂല്യങ്ങൾ ഇവർക്കും ലഭിക്കും. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് കുത്തിവയ്പ് എടുക്കേണ്ടതാണ്. എന്തെന്നാൽ വാക്സിനേഷൻ എടുക്കാത്ത രോഗികൾക്ക് ഗുരുതരമായ കോവിഡ് വൈറസിന്റെ അണുബാധ മൂലം തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള സാധ്യത വാക്സിനേഷൻ സ്വീകരിച്ചവരെക്കാളും 8 മടങ്ങ് കൂടുതലാണ്. 1ഉം 2ഉം ഡോസുകൾ എടുത്തവർക്കും ബൂസ്റ്റർ ഡോസ് എടുത്തവർക്കും കോവിഡിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. അതിനാൽ വാക്സിനേഷൻ പൂർത്തിയാക്കാത്തവർ മുന്നോട്ട് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. പൊതുജനങ്ങൾക്ക് വാക്സിനേഷൻ നൽകുന്നതിനായി മികച്ച സജ്ജീകരണങ്ങളാണ് രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വാക്സിനേഷനുമായി ഇപ്പോഴും ആളുകൾക്കിടയിൽ നിരവധി സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളാണ് ആരോഗ്യ മന്ത്രാലയത്തോട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ മാറ്റുന്നതിനായി മന്ത്രാലയം ഇഹ്തിറാസ് ഗൈഡ് ഇന്ന് പുറത്തിറക്കി. 2ാം ഡോസ് സ്വീകരിച്ച 9 മാസം കഴിഞ്ഞവർക്ക് ഇഹ്തിറാസിലെ ഗോൾഡൻ ഫ്രെയിം പദവി നഷ്ടമാകുമെന്ന് ഗൈഡിൽ പറയുന്നുണ്ട്. അതായത് ഫെബ്രുവരി 1 മുതൽ 2ാം ഡോസ് വാക്സിൻ സ്വീകരിച്ച് 9 മാസം പിന്നിട്ട് ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവരെ വാക്സിൻ എടുക്കാത്തവരായി കണക്കാക്കുമെന്നാണ് ഗൈഡിൽ പറയുന്നത്. ഇനിയും 1ഉം 2ഉം ഡോസുകൾ എടുക്കാത്തവർ അവ സ്വീകരിച്ചും ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവർ അത് സ്വീകരിച്ചും പ്രതിരോധ ശേഷി കൈവരിക്കേണ്ടതാണ്. കോവിഡ് മഹാമാരി തളർത്തിയ ഹോട്ടൽ, ടൂറിസം ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റാലിറ്റി മേഖല തിരിച്ചു വരികയാണ്. ഓരോ തരംഗങ്ങൾ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമ്പോഴും അവയെല്ലാം തരണം ചെയ്ത് പഴയ സ്ഥിതിയിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ് രാജ്യത്തെ ഓരോ മേഖലയും. കോവിഡ് നിയന്ത്രണങ്ങൾ അയവ് വരുത്തിയതാണ് ഹോസ്പിറ്റാലിറ്റി മേഖല തിരിച്ചുവരാൻ കാരണമായത്. ഇളവുകൾ വന്നതോടെ രാജ്യത്തേക്കുള്ള സന്ദർശകരുടെ വരവിൽ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു.
ഇത് ഹോട്ടലുകളിലെയും ഹോട്ടൽ അപ്പാർട്ട്മെന്റുകളിലെയും ബുക്കിംഗ് നിരക്കിൽ വർധനവ് രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. 2021 നവംബറിൽ 70% വരെ ബുക്കിംഗ് നിരക്കാണ് രേഖപ്പെടുത്തിയത്. 2020 നവംബറിൽ 50% 2021 ആയപ്പോഴേക്കും 70% വരെ ഉയർന്നത്. 5 സ്റ്റാർ മുതൽ 1 സ്റ്റാർ വരെയുള്ള എല്ലാ വിഭാഗങ്ങളിലും ഒക്യുപ്പൻസി നിരക്കും വരുമാനവും വർദ്ധിച്ചതായി പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് അതോറിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഫിഫ ലോകകപ്പ് ആരംഭിക്കുന്നതോടെ രാജ്യത്തേക്ക് എത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ ഇനിയും വർധനവുണ്ടാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഇതോടെ ടൂറിസം മേഖല ഇനിയും വളർച്ച കൈവരിക്കുകയും ചെയ്യും. ഖത്തർ ലോകകപ്പിനോടനുബന്ധിച്ച് വൻ ഓഫറുകളോടെ ലിമിറ്റഡ് എഡിഷൻ വിസ കാർഡുകൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഖത്തർ ഇസ്ലാമിക് ബാങ്ക്. വിസ സിഗ്നേച്ചർ ക്രെഡിറ്റ് കാർഡുകൾ, വിസ ഡെബിറ്റ് കാർഡുകൾ, വിസ പ്രീപെയ്ഡ് കാർഡുകൾ എന്നിവയാണ് ലോകകപ്പ് ആഘോഷമാക്കുന്നതിന്റെ ഭാഗമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വിസ കാർഡുകളുടെ പ്രത്യേകത എന്തൊക്കെയെന്ന് നോക്കാം. ആകർഷകമായ സമ്മാനങ്ങളും പ്രമോഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കിക്കൊണ്ടാണ് ഖത്തർ ഇസ്ലാമിക് ബാങ്ക് കാർഡുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. വിസ കാർഡ് ഉപയോക്താക്കൾക്ക് സ്വപ്നതുല്യമായ ബാങ്കിംഗ് അനുഭവമാണ് ഇതിലൂടെ ലഭിക്കുകയെന്ന് അധികൃതർ പറയുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 1000 എയർപോർട്ട് ലോഞ്ചുകളിലേക്ക് സൗജന്യവും നിയന്ത്രണമില്ലാത്തതുമായ പ്രവേശനത്തിന് വിസ സിഗ്നേച്ചർ ക്രെഡിറ്റ് കാർഡുകൾ അവസരം നൽകും. അതോടൊപ്പം ലോകോത്തര ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഡിസ്കൗണ്ടുകളും ലഭിക്കും. ഓരോ വട്ടം കാർഡ് ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്തുമ്പോഴും അപ്ഷെയർ പോയിന്റുകൾ സമ്പാദിക്കാനും സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. വിസ പ്രീപെയ്ഡ് കാർഡുള്ളവർക്ക് മൊബൈൽ ബാങ്കിങ്ങിലൂടെയോ ഇന്റർനെറ്റ് ബാങ്കിങ്ങിലൂടെയോ 200 ഖത്തർ റിയാൽ മുതൽ 25,000 റിയാൽ വരെ റീചാർജ് ചെയ്യാനും സാധിക്കും. ലിമിറ്റഡ് എഡിഷൻ ഫിഫ വേൾഡ് കപ്പ് കാർഡുകൾക്കായി 2022 എപ്പോൾ വേണമെങ്കിലും അപേക്ഷ നൽകാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിമാസ പ്രൊമോഷനുകൾ, സമ്മാനങ്ങൾ എന്നിവ ലഭിക്കുന്നതിനായി ഖത്തർ ഇസ്ലാമിക് ബാങ്കിന്റെ മൊബൈൽ ആപ്പ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് www.qib.com.qa എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. രാജ്യത്തെ സുരക്ഷാ മുൻകരുതൽ നടപടികൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് ഉടൻ തന്നെ പൂട്ടുവീഴും. എന്തെന്നാൽ അഗ്നിബാധ ഉൾപ്പെടെയുള്ള അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷാ മുൻകരുതൽ നടപടികൾ നടപ്പാക്കാത്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സിവിൽ ഡിഫൻസ്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 3 മാസം വരെ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വരുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് പറഞ്ഞു. സിവിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയ കാലയളവിനുള്ളിൽ ജോലികൾ പൂർത്തിയാക്കാത്ത സ്ഥാപനങ്ങളായിരിക്കും അടച്ചിടുന്നത്. ശൈത്യകാലത്തെ അഗ്നിബാധ തടയൽ എന്ന വിഷയത്തിൽ നടന്ന വെബിനാറിലാണ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. സിവിൽ ഡിഫൻസ് വാഹനങ്ങൾ അപകട സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ റോഡുകളിലെ മറ്റു വാഹനങ്ങൾ സിവിൽ ഡിഫൻസ് വാഹനങ്ങൾക്ക് സൈഡ് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ സൈഡ് നൽകുന്നതിലൂടെ ട്രാഫിക് നിയമലംഘനങ്ങൾ ഉണ്ടായാലും അത്തരം നിയമലംഘനങ്ങൾ കണക്കാക്കിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീണ്ടും ഒരു നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് ഖത്തർ. രാജ്യത്ത് പുതുതായി പുറത്തിറക്കിയ 5ാം സീരീസിലുള്ള കറൻസി അന്താരാഷ്ട്ര പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുകയാണ്. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ഹൈ സെക്യൂരിറ്റി പ്രിന്റിംഗ് ബാങ്ക് നോട്ട് കളക്ഷൻ എന്ന അവാർഡാണ് പുതിയ കറൻസി നേടിയത്. ഖത്തർ ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് ഖത്തർ സെൻട്രൽ ബാങ്ക് ഖത്തരി റിയാൽ ബാങ്ക് നോട്ടുകളുടെ 5ാം സീരീസിൽ 200ന്റെ പുതിയ നോട്ടും പുതിയ ഡിസൈനുകളുള്ള ഖത്തരി റിയാൽ നോട്ടുകളും പുറത്തിറക്കിയത്. ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ട കോൺഫറൻസുകളും ഇവന്റുകളും കറൻസികൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷാ സവിശേഷതകൾ സംഘടിപ്പിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ബ്രിട്ടീഷ് റെക്കഗ്നൈസൻസ് ഇന്റർനാഷണൽ സംഘടിപ്പിച്ച മത്സരത്തിലാണ് ഈ അവാർഡ് ഖത്തർ കറൻസി നേടിയത്. ഇതോടുകൂടി ദോഹ റൗണ്ടപ്പ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.